നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 928th day. Today 32nd sloka of Pratamaskandam 12th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 988 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 32ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 32ാമത്തെ ശ്ലോകം. യക്ഷ്യമാണോശ്വമേധേന ജ്ഞാതിദ്രോഹജിഹാസയാ രാജാലബ്ധതനൂദധ്യാ അന്യത്ര കരദണ്ഡയോ. ഓം തത്സത്. യക്ഷ്യമാണോശ്വമേധേന ജ്ഞാതിദ്രോഹജിഹാസയാ രാജാലബ്ധതനൂദധ്യാ അന്യത്ര കരദണ്ഡയോ. ഓം തത്സത്. പരീക്ഷത്തിൻ്റെ സ്വഭാവഗുണങ്ങളെയൊക്കെ നിർണയിച്ചതിന് ശേഷം ധർമ്മപുത്രർ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നു. ധർമ്മപുത്രർ എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ധർമ്മപുത്രർ ഈ പരീക്ഷത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പരീക്ഷത്തിന് ജാതകർമ്മം ചെയ്തു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും ധർമ്മപുത്രർ എന്തൊക്കെ ചെയ്തു എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. പദം പിരിക്കേണ്ടത് യക്ഷ്യമാണ അശ്വമേധേന ജ്ഞാതിദ്രോഹ ജിഹാസയ. ജ്ഞാതിദ്രോഹ ജിഹാസയ ഒറ്റൊരു വാക്കായിട്ടാണ് പറയുന്നത്. രാജ ലബ്ധധനു ദധ്യ അന്യത്ര കരദണ്ഡയോ. ദധ്യോ എന്ന് പറഞ്ഞാൽ ധ്യാനിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ജ്ഞാതിദ്രോഹ ജിഹാസയ, ബന്ധുക്കൾ യാദവന്മാർ ഇവരെ ഒക്കെ യുദ്ധത്തിൽ സംഹരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്രകാരം അവരെയൊക്കെ ദ്രോഹിച്ചതിനുള്ള പാപം തീർക്കാൻ വേണ്ടിയിട്ട് അശ്വമേധേന, അവർ അശ്വമേധം ചെയ്താൽ താൻ ചെയ്ത പാപങ്ങളൊക്കെ കുറയും. പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് അശ്വമേധയാഗം ചെയ്യാറ്. അപ്രകാരം ജന്തുക്കളെയൊക്കെ വധിക്കേണ്ടി വന്നിട്ടുണ്ട് യുദ്ധത്തിൽ. അങ്ങനെ വധിക്കേണ്ടി വന്നിട്ടുള്ള ആ ദ്രോഹം ഒക്കെ പോകാൻ വേണ്ടി, ആ പാപങ്ങളൊക്കെ ശമിക്കുവാൻ വേണ്ടിയിട്ട് അശ്വമേധയാഗം കൊണ്ട് യക്ഷ്യമാണ് യജിപ്പാൻ ഭാവിച്ച രാജ എന്നിവിടെ പറയുന്നു ധർമ്മപുത്രർ കരദണ്ഡയോ കപ്പം, ദണ്ഡശിക്ഷ എന്നിവയിൽ നിന്നും ഉണ്ടാകുന്ന ധനം അല്ലാതെ. അന്യത്ര എന്ന് പറഞ്ഞാൽ അതല്ലാതെ എന്നർത്ഥം. കരദണ്ഡയോ എന്ന് പറഞ്ഞാൽ കപ്പം, കരം എന്ന് പറഞ്ഞാൽ കരം പിരിക്കുന്നത്. കപ്പം, ദണ്ഡയോ ശിക്ഷയൊക്കെ വിധിച്ചാൽ ശിക്ഷയ്ക്ക് പിഴയായിട്ട് പണം നൽകേണ്ടി വരും. ശിക്ഷിക്കുന്നവർക്ക് പണം പിഴ ശിക്ഷ ഉണ്ടാകും. അങ്ങനെയുള്ള പിഴ അതൊന്നും ഉപയോഗിക്കാതെ, ആ ധനം കൂടാതെ അലബ്ധധന, മറ്റുള്ള ലഭിക്കാത്ത അങ്ങനെയുള്ള ധനങ്ങളിൽ നിന്ന് അല്ലാത്ത ധനം കൊണ്ട് ഈ അലബ്ധധന, ലബ്ധിക്കാത്ത ധനത്തോടു കൂടിയവനായിട്ട് ദധ്യോ ധ്യാനിച്ചു. ഇങ്ങനെയാണ് പദങ്ങളുടെ അർത്ഥം. അതായത് ഈ ധർമ്മപുത്രർ താൻ ചെയ്ത പാപങ്ങളൊക്കെ, അദ്ദേഹം ആ യുദ്ധം ഒരു പാപമായിട്ടാണ് കരുതുന്നത്. യുദ്ധത്തിൽ അനവധി പേരെ വധിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്രകാരം യുദ്ധത്തിൽ അനേകം പേരെ വധിച്ച ആ പാപമൊക്കെ പോകാനായിക്കൊണ്ട് ധർമ്മപുത്രർ ഒരു യാഗം, അശ്വമേധയാഗം ചെയ്യാൻ തീരുമാനിക്കുകയും, അശ്വമേധയാഗം ചെയ്യാൻ വളരെയേറെ ധനങ്ങൾ ആവശ്യമാണ്. പക്ഷേ അതിന് തൻ്റെ രാജ്യത്തുള്ള കപ്പത്തിനെ കൊണ്ടും ദണ്ണത്തിനെ കൊണ്ടുമൊക്കെ കിട്ടുന്ന രാജ്യത്തുള്ള ധനം ഉപയോഗിക്കാൻ
അത് വേറെ ധനം കൊണ്ട് ചെയ്യണം എന്ന്, അന്യധനം കൊണ്ട് ചെയ്യണം. അത് എന്ത് ധനമാണ്, എങ്ങനെയാണ് എന്നൊന്നും ധർമ്മപുത്രർക്ക് അറിയില്ല, യുധിഷ്ഠിരന് അറിയില്ല. പക്ഷേ ഈ രാജ്യത്തിലെ കപ്പം പിരിച്ചിട്ടുള്ളതും ദ്രോഹിച്ചിട്ടും, അതായത് ദണ്ഡന നൽകിയാൽ അവർ പിഴ നൽകണം, പിഴ ദണ്ഡം അങ്ങനെയുള്ള പൈസ കൊണ്ട് ചെയ്യാതെ, അങ്ങനെയുള്ള ധനം കൊണ്ട് ചെയ്യാതെ അന്യധനം കൊണ്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് ധ്യാനനിരതനായിട്ടിരുന്നു, ആലോചിച്ചു കൊണ്ടിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ലക്ഷ്യമാണോശ്വമേധേന ജ്ഞാതിദ്രോഹജിഹാസയ രാജ അലബ്ധധനു എന്നാണ്. രാജാലബ്ധധനു ദദ്യ അന്യത്ര കരദണ്ഡയോ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.